ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രി പി പ്രസാദ് എത്തി. ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കി മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയുമെന്ന് പി പ്രസാദ് പറഞ്ഞു. ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങി. 3 മാസത്തിനുള്ളിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രത്യേക ഇടപെടലിലാണ് നിർമ്മാണ ജോലികൾ വേഗത്തിലാക്കിയത്. പാലത്തിന്റെ ഓരോ ഘട്ട പുരോഗതിയും മന്ത്രി നിരീക്ഷണം നടത്തിയും വെള്ളിയാഴ്ച പാലത്തിന്റെ വാർപ്പ് ജോലികളും മന്ത്രി പി പ്രസാദ് നേതൃത്വം നൽകി. കിഫ്ബിയിൽ നിന്നും 6.33 കോടി രൂപ മുടക്കിയാണ് പാലം നിർമ്മിക്കുന്നത്. 10.5 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയുടെ നടപ്പാതയും സംരക്ഷണ ഭിത്തിയുമുണ്ട്. PWD ബ്രിഡ്ജസിനാണ് നിർമ്മാണ ചുമതല. 2 വർഷമായി പാലത്തിന്റെ നിർമ്മാണത്തിന് ഇറിഗേഷൻ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് പാലത്തിന്റെ പൂർത്തീകരണത്തിന് കാലതാമസം നേരിട്ടത്. അലൈൻമെന്റ് മാറ്റണമെന്നും പാലത്തിന്റെ ഉയരം 5 മീറ്റർ ആക്കി ഉയർത്തണമെന്നും രൂപകൽപ്പനയിൽ ചില ഭേദഗതികൾ വരുത്തണമെന്നും നിർദ്ദേശിച്ച ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ഇറിഗേഷൻ വകുപ്പ് പണി നിർത്തിവെക്കുകയായിരുന്നു. രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയാൽ വലിയ രീതിയിൽ സ്ഥലമേറ്റെടുപ്പ് വേണ്ടിവരികയും സമീപ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാവുകയും ചെയ്യുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കൃഷിമന്ത്രിയും ചേർത്തല MLA പി പ്രസാദ് നടത്തിയ ശക്തമായ ഇടപെടലിനെ തുടർന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന PWD ഇറിഗേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനും കാലതാമസം കൂടാതെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനും തീരുമാനിച്ചത്. മാർച്ച് മാസം ആദ്യവാരത്തോടെ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സെന്റ് മേരീസ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു സ്റ്റോപ്പ് മെമ്മോയും ചില നിയമ തടസ്സങ്ങളുമെല്ലാം ഉണ്ടായത്. ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ഇപ്പോൾ പണി വളരെ സ്പീഡിൽ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് അതിൻ്റെ കോൺക്രീറ്റ് നടക്കുകയാണ്. ഫെബ്രുവരി അവസാനത്തോടുകൂടി പാലം പണി പൂർത്തിയാക്കി മാർച്ചിൽ തന്നെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. വളരെ വേഗത്തിൽ ഇപ്പോൾ ആ പ്രവർത്തികളെല്ലാം നടക്കുന്നുണ്ട്. ചില സാങ്കേതിക തടസ്സങ്ങളും മറ്റ് നിയമപരമായ ചില തടസ്സങ്ങളുമെല്ലാമാണ് പാലത്തിൻ്റെ പണിയെ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കിയിരുന്നത്. ഇൻലാൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമെല്ലാം തുടങ്ങിയത്. നിരവധിയായ മീറ്റിങ്ങുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 3 തവണ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേർന്നു. നമ്മുടെ ജില്ലയിലുള്ള നിരവധിയായ പാലങ്ങളുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലായത് എല്ലാം പരിഹരിക്കുന്നതിന് ആ യോഗങ്ങൾ കൊണ്ട് ഉപകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് 48% പണി പൂർത്തിയായിരുന്ന സെന്റ് മേരീസ് പാലത്തിൻ്റെ പണി വീണ്ടും പുനരാരംഭിക്കുന്ന തരത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കെല്ലാം ഉണ്ടായി എങ്കിലും വളരെ വേഗത്തിൽ തന്നെ നല്ല ഉറപ്പുള്ള ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്താൻ കഴിയുന്നു.